ശ്രീ റെജി ലൂക്കോസ്, നമുക്കറിയാം CPM ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അതിൻ്റെ തിരുത്തൽ പ്രക്രിയയൊക്കെ നടത്തുന്ന സമയമാണ്. പാർട്ടിയുടെ മേഖലാ യോഗങ്ങളിൽ ചില പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ തന്നെ ഉണ്ടായി. അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ പാർട്ടി പൂതലിച്ച അവസ്ഥയിലാണ് എന്ന് പറയുന്ന സാഹചര്യം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറിൽ നിന്നുണ്ടായി. അതിനേക്കാൾ രൂക്ഷമായ വിമർശനം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബി ഉന്നയിച്ചത് നമ്മൾ കേട്ടു. പരസ്യമായി തന്നെ ഒരു തോമസ് ഐസക്ക് നൽകി അഭിമുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കറക്ഷൻ വേണം എന്ന് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അഭിപ്രായമുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു വിവാദം വരുന്നത്. ആ വിവാദത്തെ മൂടിവെച്ച് ഞങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്ത് തീർത്തു, ആർക്കും പരാതിയില്ല, പൈസ കൊടുത്ത ആളുകൾക്ക് പൈസ തിരികെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കും പരാതിയില്ല, ഞങ്ങൾക്കും പരാതിയില്ല, ആർക്കും പരാതിയില്ല. ഇങ്ങനെയാണ് ഒരു വിഷയം ഡീൽ ചെയ്യുന്നത് എങ്കിൽ ഈ പറയുന്ന കറക്ഷന്, ഈ പറയുന്ന തിരുത്തലിന് അർത്ഥമുണ്ടാകുമോ എന്ന അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ ബാക്കി നിൽക്കും. അല്ല അഭിലാഷ്, ഇവിടെ ഈ ചർച്ചയുടെ ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് ഈ 22 കോടി രൂപ 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് 22 കോടി രൂപ ഈ ഏരിയ സെക്രട്ടറി വാങ്ങി എന്നുള്ളതാണ്. ഈ ഏരിയ സെക്രട്ടറി വാങ്ങുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിനെ കൊണ്ട് ആ PSC അംഗത്തെ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിൽ വാർത്ത വിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? എന്തെങ്കിലും ഒരു തെളിവ്, ഒരു വിദൂര തെളിവ് വേണ്ടേ? ഇവിടെ പരാതിക്കാരനില്ല. അപ്പോൾ പരാതിക്കാരനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് വരാത്തുന്നത് അതൊക്കെ ആർക്കും സങ്കല്പിക്കാത്ത പറയാവുന്ന ഒരു ഭാവനകളല്ലേ? അപ്പോൾ എങ്ങനെയാണ് CPM ടാർഗറ്റ് ചെയ്യുന്നത്? ഇവിടെ വളരെ ഞാൻ നേരത്തെ മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അഭിലാഷ് അത് വേറൊരു ചോദ്യമായിട്ട് വന്ന് ഈ റിയാസിനെ കുറിച്ച് ഒരു വാക്കൂടെ പറയാൻ നിങ്ങൾ സമ്മതിക്കണം. റിയാസ് വളാഞ്ചേരിയിലെ അറിയപ്പെടുന്ന പാരമ്പര്യമുള്ള ന്യായാധിപന്മാർ വരെയുള്ള ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ അദ്ദേഹം ചെറുപ്രായം മുതൽ തല്ലുകൊണ്ടും എന്താ പറയുക വിദ്യാർത്ഥി സംഘടനയായ SFIയിലൂടെ വന്ന് അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് വന്ന് ആ മനുഷ്യനെ ഇപ്പോഴൊന്നുമല്ല ടാർഗറ്റ്, അതിവിടെ സുഹൃത്ത് പറഞ്ഞു ടാർഗറ്റ് ചെയ്യുന്നത് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്താ കാരണം? അതിലൂടെ പിണറായി വിജയനെ ജനങ്ങളുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുക, അതിലൂടെ CPM ഇകഴ്ത്തി കാണിക്കുക. ഇതൊരു വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ഇത് പ്രതിഷേധാർഹമായിട്ട് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? തരുമ്പും തെളിവില്ലാതെ കണ്ട് സങ്കല്പത്തിലൂടെ ഒരു കഥ വനയ്ക്കുക. പാർട്ടിയുടെ തരുമ്പും തെളിവില്ലാത്ത ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തരത്തിലാണോ പ്രതികരിക്കുക? അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിയമസഭയുടെ തലത്തിൽ പിണറായി വിജയൻ ഈ വാക്കുകളാണോ ഉപയോഗിക്കുക? അദ്ദേഹം പറയുമ്പോൾ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയും ഉണ്ടാകും എന്നാണ് സ്വാഭാവികമായും കരുതേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഇങ്ങനൊരു പരാതി ഉണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായി അക്നോളജ് ചെയ്യാണ്, അല്ലാതെ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറയുകയല്ല ഉണ്ടായിട്ടുള്ളത്. എന്താണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? ഞങ്ങളിത് വെച്ചു പൊറപ്പിക്കില്ല എന്നാണ്. അപ്പൊ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ വെച്ചു പൊറപ്പിക്കില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറയോ? നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനമാണ്, ഇതിനൊന്നും മറുപടി പറയാൻ ഞാനില്ലെന്നല്ലേ പറയുള്ളൂ. അത് ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ എനിക്കൊന്ന് മണ്ണാർക്കാട് MLA ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതേ എഴുന്നേറ്റ് പറഞ്ഞത് എന്താ? കേരളത്തിൽ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ടേ, ആ തട്ടിപ്പുകൾ മുഴുവനും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു, അതിനെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു തട്ടിപ്പിനെ എങ്ങനെയാണ് അദ്ദേഹം ഓൺ ചെയ്യുന്നത്? അതുപോലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള ആർജവം കാണിച്ചൊരു പാർട്ടിയുടെ തലപ്പത്തുള്ളവരല്ലേ അവർ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതൊന്ന് അന്വേഷിച്ചിട്ട് എന്താണെന്ന് അറിയാനുള്ള സാവകാശം പോലും കൊടുക്കാതെ കൊണ്ട് ഇവർ ഈ തട്ടിപ്പ് നടന്നു എന്ന് നിങ്ങൾ അവർ ഓൺ ചെയ്ത പോലെ ഇങ്ങനെ ചർച്ച കൊണ്ടുപോകും. അത് ശരിയാണോ? നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ 2021 മുമ്പിൽ 20 തൊട്ട് മുമ്പ് 1.5 വർഷക്കാലം നമ്മളൊക്കെ ചർച്ചയ്ക്കിരുത്തിലുള്ള ഇതിലൊക്കെ എത്രയോ ഗ്രാവിറ്റി ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ചർച്ചകൾ കേരളത്തിൽ ഈ സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും അങ്ങനെ ഈ പറയുന്ന പലരെക്കുറിച്ചും കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചോ? അതിന് കേവലം 2 വർഷങ്ങൾക്ക് മുമ്പല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റമ്പിയത്. ഇനി രണ്ടാമതൊരു കാര്യം പറയാം, ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു, അത് അക്സെപ്റ്റ് ചെയ്തൊരു പാർട്ടിയല്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്? എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്നിപ്പോൾ MAയുടെ പച്ചക്കുതിരയിലെ ലേഖനം അതൊക്കെ തുറന്നു പറയാൻ ആർജവമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്. കാരണം കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാ. CPM എന്താണെന്നറിയാം, കോൺഗ്രസ് എന്താണെന്നറിയാം. എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് പറഞ്ഞ ഒരു ഒറ്റ സെൻറ്റൻസ് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. സുരേഷ് CPM ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉപദേശവും CPM തിരുത്താനൊക്കെ അദ്ദേഹം ശ്രമിച്ചു. ഞാൻ സുരേഷിനോടുള്ള റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് ചോദിക്കുക, നീറ്റ് കുംഭകോണത്തിലൂടെ ഈ രാജ്യത്ത് നടന്ന കുംഭകോണം എന്ന് പറയുന്നത് 34,000 കോടിയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 ലക്ഷം കുട്ടികളുടെ ഭാവി തകർത്തിരിക്കുന്നു. അത് ആരാ നടത്തിയത്? ഇപ്പോൾ കരിമ്പട്ടിയിലുള്ള ഗുജറാത്തിലുള്ള ഒരു സ്ഥാപനമാണ് ആ പരീക്ഷയുടെ ആ ചോദ്യപേപ്പർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ അതിന് മുമ്പുള്ള കുംഭകോണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിയുടെ ആളിരുന്നുകൊണ്ട് എൻ്റെ സുഹൃത്താ സുരേഷ്
ഇങ്ങനെയൊക്കെ ഉപദേശിക്കാന്ന് പറഞ്ഞാൽ ഒരു തരിമ്പ് തെളിവില്ലാതെ ഉണ്ട്. ഇപ്പൊ റഫേൽ കുംഭകോണം സുപ്രീം കോടതിയുടെ വിധിയുടെ പേരിലാണ് അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച നടക്കാത്തത്. ഇലക്ട്രൽ ബോണ്ട് ആണെങ്കിലും നീറ്റ് പരീക്ഷ ആണെങ്കിലും അതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹവും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇതാണ്. ആ കാര്യം പറയുമ്പോൾ വേറെയും കുംഭകോണം നടന്നിട്ടുണ്ടല്ലോ എന്നുള്ളതല്ലല്ലോ അതിന് ഉത്തരം. ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ CPM എന്ന പാർട്ടി ശരിയായ തിരുത്തലിന്റെ വഴിയിലാണ് എങ്കിൽ ആ പാർട്ടിയുടെ മന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും ഉപയോഗിച്ച് ആര് തട്ടിപ്പ് നടത്തി എന്നാണെങ്കിലും അവരെ പിടിച്ച് വെളിയിലിടാൻ ഇവരിങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കാൻ കഴിയണ്ടേ? ആ ആർജവമല്ലേ കാണിക്കേണ്ടത്? അപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെയോ അതല്ലെങ്കിൽ ഏരിയ തലത്തിലുള്ള ഭാരവാഹിയെയോ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യതയൊന്നും CPM-നില്ലല്ലോ. തെറ്റായ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന കക്ഷി മന്ത്രിമാരുടെ പേര് പറഞ്ഞ് 20 ലക്ഷം രൂപ വാങ്ങിച്ചു, തട്ടിപ്പ് നടത്തി, ഇയാളെ ഞങ്ങൾ പുറത്തു കളഞ്ഞിരിക്കുന്നു, ഇയാൾക്കെതിരെ പോലീസ് നടപടിയെടുക്കും, ഇയാൾ ശിക്ഷിക്കപ്പെടും എന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നതെങ്കിൽ ഓക്കെ. അതല്ലാതെ പിന്നെ ആർജവം എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അല്ല, ആരെങ്കിലും ഉന്നയിക്കുന്ന യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ നിമിഷം വരെ, നാളത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് എങ്ങനെയാണ് ഒരു തിരുത്തലിലേക്ക് പോകുന്നത്? എനിക്കറിയാമല്ലോ, എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇപ്പൊ മുഹമ്മദ് റിയാസിനെ കുറിച്ച് അദ്ദേഹത്തിന് കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇതെല്ലാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണ്ടേ മുഹമ്മദ് റിയാസ് ഈ പിന്നെ വാർത്തയായ സ്ഥിതിക്ക് അദ്ദേഹം രാജിവെക്കണമെന്ന് പറയണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭരണകൂടം അവിടെ നിലനിൽക്കുമോ? എന്ത് മറുപടിയായി പറയുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു, ഈ പറയുന്ന വിനോദ് കോട്ടൂളി എന്ന് പറയുന്നത്, കോട്ടൂളി എന്നാന്ന് തോന്നുന്നു, ആ ചെറുപ്പക്കാരൻ ഏരിയ സെക്രട്ടറി മെമ്പറാണ് കോഴിക്കോട് ടൗണിലെ. അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ടി ശക്തമായ നിലപാടെടുക്കും, നിയമ നടപടി സ്വീകരിക്കും. അതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രിയോട് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പാർട്ടി അന്വേഷിച്ചിട്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തെറ്റ് പറ്റിയെന്നുള്ളതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു, നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാഷൊന്നും ഇങ്ങനെയേ അല്ല പറഞ്ഞത്, വേറെയാണ്, വേറെ എന്തൊക്കെയോ തട്ടിപ്പിന്റെ വളച്ചൊടിക്കരുത് അഭിലാഷ്, വളച്ചൊടിക്കരുത്. താങ്കൾ ഉറച്ചു നിൽക്കുക. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല. അഭിലാഷ് വളച്ചൊടിക്കരുത്. എന്താണ് അങ്ങനെ ഒരു വാക്ക് പറയരുത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് വേണ്ടതാണ്, അത് അഭിലാഷ് തന്നെ തിരിച്ചു പിടിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതല്ല രണ്ടാമത് പറയുന്നത്. ഞാൻ ഇപ്പോഴും അത് ആവർത്തിക്കും. എന്താ കാരണം, ഇവിടെ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകളെ കുറിച്ച് കേരളത്തിൽ പല തട്ടിപ്പും നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകളെ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഇതെല്ലാം ഇൻക്ലൂഡാ. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിനകത്ത് വരും. സ്വാഭാവികമല്ലേ? അതിനെ നിങ്ങളെങ്ങനെയാണ് ഞാൻ രണ്ടാമത് തിരിച്ചു പറഞ്ഞായിട്ട്? അതാണല്ലോ പോയിട്ട്. ഓക്കെ.